நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചിലപ്പോ കണക്കിൽപ്പെടാത്ത കാശാണെങ്കിലോ ഏട്ടാ, നമ്മുടെ കയ്യിലും അങ്ങനെ കുറെ കാശുണ്ടല്ലോ. അതും നേരെ, കണക്കിൽപ്പെടാത്ത കാശാണെങ്കിൽ പരാതിപ്പെടാനും പറ്റില്ല. അല്ല ഏട്ടാ, സൂര്യയുടെ അക്കൗണ്ടിൽ കിടന്ന കാശാണെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ കണക്കിൽപ്പെടാത്ത കാശായിരിക്കില്ലല്ലോ. അതും ശരിയാ. ചേടാ, ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. ആരെ വിളിച്ചു ചോദിച്ചാലും അറിയാൻ പറ്റും. വിജയപത്മനെ വിളിച്ചാലോ? എന്താ ഏട്ടാ, ഭാവന വിജയപത്മനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സത്യം പറയുവോ? എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ആ ഭാവന ഒന്ന് നാറുന്ന എനിക്ക് കണ്ടാ മതി. വേറൊരു വഴിയുണ്ട്. സംഗതി സത്യമാണെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഭാവന അലക്കിക്കോളും. അലക്കണോ ഏട്ടാ? എന്നാലേ എനിക്ക് അവളുടെ മുമ്പിൽ പോയി രണ്ട് പറയാൻ പറ്റൂ. ഇന്നത്തോടെ അവളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് എനിക്ക് കാണണം. നീ സമാധാനപ്പെടും. ഞാൻ പുറത്തേക്കൊന്ന് പോകുന്നുണ്ട്. അറിഞ്ഞത് സത്യമാണെങ്കിൽ ന്യൂസ് ഇപ്പൊ പുറത്തൊന്നും ചോദിച്ചാൽ മതി. ആ ഏട്ടാ, ദേ എന്തറിഞ്ഞാലും വിളിച്ചു പറയണം കേട്ടോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഭാവനേച്ചിക്കെതിരെ ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കിയപ്പോ നീയും വിശ്വസിച്ചല്ലേ ഭാവൻ? കള്ളക്കഥയാണോ സത്യമാണെന്നൊക്കെ നമുക്കൊന്നും അറിയില്ലല്ലോ അബി. ഇന്നത്തെ കാലത്ത് ആർക്ക് കാശ് കിട്ടിയാലും അതാരും കളയില്ല. അത് നീ, എന്നെ അതിന് കിട്ടത്തില്ല. ഭാവനേച്ചിക്ക് 10 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെയൊക്കെ തലയ്ക്ക് ഓളവാന്നേ ഞാൻ പറയൂ. തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ അബി. ഒരു കാരണമില്ലാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയോ? ഭാമേ, നീ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കില്ലേ. ഭാവനേച്ചിയെ കുറിച്ചാ പറയുന്നെന്നുള്ളൊരു ബോധം നിനക്കുണ്ടാവണം.